ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൈകോർക്കുന്നു. ജന്മനാലുണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് കാരണമാകുന്ന അസുഖങ്ങൾക്ക് കൗമാരപ്രായക്കാരിലൂടെ പ്രതിരോധം നടത്തുകയാണ് ഈ സഖ്യം. ജില്ലയിൽ സ്കൂൾ കുട്ടികളിൽ റൂബില്ല വാക്സിനേഷൻ പരിപാടികൾക്ക് തുടക്കമായി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ തന്നെയാണ് ക്ഷേത്ര ജീവനക്കാർ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി ടി ദാസൻ. വിവിധ ആവശ്യങ്ങളുമായി മലബാർ ദേവസ്വം എംപ്ലോയീസിന്റെ കളക്ടറേറ്റ് മാർച്ച്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ബേപ്പൂരിൽ സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 8-ന് സമാപനമാകും. വിശദമായ വാർത്തകളിലേക്ക്. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ തന്നെയാണ് ക്ഷേത്ര ജീവനക്കാർക്ക് നേടിക്കൊടുത്ത വിവിധ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി ടി ദാസൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ക്ഷേത്ര ജീവനക്കാർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെ ക്ഷാമബത്ത തിരിച്ചുപിടിക്കാനും നിഷേധിക്കാനുമുള്ള നടപടികൾ അവസാനിപ്പിക്കുക. ശമ്പളത്തിനായി മാനേജ്മെന്റ് ഗ്രാന്റ് നൽകുന്നതിനുള്ള ക്ഷേത്രങ്ങളുടെ വാർഷിക വരുമാന പരിധി 15 ലക്ഷമാക്കുക. ഗ്രാന്റ് തുക 70% പുനഃസ്ഥാപിക്കുക. കുടിശ്ശിക ശമ്പളം ഉടൻ വിതരണം ചെയ്യുക. ദേവസ്വം മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിലെ 18 ഇന ആവശ്യങ്ങൾ ചർച്ച നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോഡ്, തലശ്ശേരി, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ തന്നെയാണ് ക്ഷേത്ര ജീവനക്കാർ നേടിയെടുത്ത വിവിധ ആവശ്യങ്ങൾ കവർന്നെടുക്കുന്നതെന്ന് ടി ദാസൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്ര ജീവനക്കാർക്ക് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നൽകിയ പല ആനുകൂല്യങ്ങളും ഉമ്മൻചാണ്ടി സർക്കാർ ഓരോന്നോരോന്നായി തിരിച്ചുപിടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ഭരണം നടത്തുന്നവർ ദൈവത്തിന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഈ പാവപ്പെട്ട ക്ഷേത്ര ജീവനക്കാരോട് നീതി കാണിക്കുന്നുണ്ടോ? യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV നാരായണൻ നമ്പൂതിരി, AK ബാലൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 8-ന് സമാപനമാകും. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും കലാപരിപാടികളും സംഘടിപ്പിക്കും. ആഘോഷ പരിപാടികൾ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ സുവർണ ജൂബിലി ആഘോഷം ഫെബ്രുവരി 8-ന് ശനിയാഴ്ച സമാപനമാകും. ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷത്തിന്റെ സമാപന പരിപാടി നഗരത്തിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് സംഘാടക സമിതിയുടെ തീരുമാനമെന്ന് മേയർ AK പ്രേമചന്ദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അരയിടത്തു പാലത്തു നിന്നും വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ വിവിധ സ്ഥാപനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ, തനത് കലാരൂപങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയവയും അണിനിരക്കും. മികച്ച ഫ്ലോട്ടുകൾക്കും ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള വാർഡിനും പ്രത്യേക സമ്മാനവും നൽകും. പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ മേയർ ടോണി ചെമ്മണ്ണി, സംവിധായകൻ രഞ്ജിത്ത്, MLA-മാരും കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാൻ എന്നിവരും സംബന്ധിക്കും. സമാപന സമ്മേളനത്തിന് ശേഷം ജൂബിലിയുടെ ഭാഗമായി നടത്തിയ വിവിധ കലോത്സവങ്ങളുടെ 1ാം സമ്മാനാർഹമായ സംഗീത ശില്പം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഒപ്പന, സംഘനൃത്തം എന്നിവയുടെ അവതരണവും ഉണ്ടാകും.
ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന എക്സിബിഷൻ മാർച്ച് മാസത്തിൽ ആരംഭിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി നഗരവികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിഷൻ 2030 എന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ജൂബിലി ആഘോഷവേളയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് പഴയ ഓഫീസ് കെട്ടിടം ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനും കോർപ്പറേഷൻ ഓഫീസിനു വേണ്ടി നിർമ്മിക്കുന്ന ജൂബിലി മന്ദിരത്തിന്റെയും സ്റ്റേഡിയം പാർക്കിംഗ് പ്ലാസയുടെയും നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ഡയറ്റ് പ്രഥമാധ്യാപകർക്ക് വേണ്ടി തയ്യാറാക്കിയ സഹായി വിദ്യാലയ ഭരണം അറിവും ചിന്തയും പ്രകാശനം ചെയ്തു. പ്രകാശന കർമ്മം മേയർ കെ പ്രേമചന്ദ് നിർവഹിച്ചു. ജില്ലയിൽ പുതുതായി തെരഞ്ഞെടുത്ത പ്രഥമാധ്യാപകർക്കായി ഡയറ്റ് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് പ്രഥമാധ്യാപിക സഹായിയുടെ പ്രകാശനം നടന്നത്. താമരശ്ശേരി കോഴിക്കോട് DEO പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സബ് ജില്ലയിൽ പുതുതായി നിയമനം ലഭിച്ച LP, UP, ഹൈസ്കൂൾ പ്രഥമാധ്യാപകർക്കായി കോഴിക്കോട് ഡയറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പഞ്ചദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിശീലനത്തിന്റെ ഭാഗമായി ഡയറ്റ് തയ്യാറാക്കിയ വിദ്യാലയ ഭരണവും അറിവും ചിന്തയും എന്ന പ്രഥമാധ്യാപക സഹായിയുടെ പ്രകാശനം കോഴിക്കോട് ശിക്ഷക് സദനിൽ മേയർ കെ പ്രേമചന്ദ് നിർവഹിച്ചു. ശിക്ഷക് സദനിൽ 3 ദിവസത്തെ മാനേജ്മെന്റ് പരിശീലനം പ്രഥമാധ്യാപകർക്കായി നൽകിയിരുന്നു. സ്കൂൾ ഭരണം, നിയമങ്ങൾ, സംവിധാനങ്ങൾ എന്നിവയാണ് അതിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായത്. കൂടാതെ ഇതിന്റെ ഭാഗമായി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ മികവോടെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ഞാറ്റുവേലയ്ക്കായി കുരുന്നുകൈകൾ എന്ന കൈപുസ്തകവും പ്രഥമ അധ്യാപകർക്ക് സ്വന്തം വിലയിരുത്തുന്നതിനായി എന്റെ ജീവിതപാത, സ്വന്തം വീക്ഷണം, സ്വന്തം സന്ദേശം എന്ന പുസ്തകവും സഹായിയായി നൽകിയിരുന്നു. തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഡയറ്റിന്റെ പുതിയ പുസ്തകം അധ്യാപകർക്കായി നൽകുന്നത്. നല്ലൊരു പ്രധാന അധ്യാപകനെ വാർത്തെടുക്കാനും അതിലൂടെ മികവുറ്റൊരു വിദ്യാലയത്തെയും വിദ്യാർത്ഥിയെയും നല്ലൊരു വിദ്യാഭ്യാസത്തെയും കാഴ്ചവെക്കാനാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഡയറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് സീനിയർ ലെക്ചറർ പി ശിവദാസൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്കൂളിനെ പരസ്പരം ഹെഡ്മാസ്റ്റർമാർ മാറി ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് വിലയിരുത്തുകയും തൻ്റെ പരിമിതികളും മികവുകളും മറികടക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അതിലൂടെ നല്ലൊരു വിദ്യാഭ്യാസം കാണാനും നല്ലൊരു സ്കൂളിനെ കാഴ്ച കാണാനും നല്ലൊരു പ്രഥമാധ്യാപകനെ രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫലപ്രദമായ ഒരു വിദ്യാലയം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകൾ അധ്യാപകർ സന്ദർശിക്കുകയും വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർ ചർച്ചകളും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ മാറാട് കൈതവളപ്പിലെ ഭൂമിയിൽ പാർപ്പിട നിർമ്മാണം തുടങ്ങി. 80 കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയതിൽ 8 വീടുകളുടെ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. വീട് പണിയുന്നതിന്റെ മുന്നോടിയായി അതിർത്തി കെട്ടലും കുഴൽക്കിണർ കുഴിക്കലും നടക്കുന്നുണ്ട്. 1 മാസം മുൻപാണ് 3 സെന്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി തിരഞ്ഞെടുത്ത ഭൂരഹിതർക്കുള്ള ഭൂമി റവന്യൂ അധികൃതർ പതിച്ചു നൽകിയത്. ബേപ്പൂർ വില്ലേജിൽ 112 കുടുംബങ്ങൾക്കാണ് കൈതവളപ്പിലെ 3.36 ഏക്കർ മിച്ചഭൂമി പതിച്ചു നൽകുന്നത്. പട്ടയം കൈമാറിയ 80 കുടുംബങ്ങൾക്ക് ഇതിനകം ഭൂമി അനുവദിച്ചു കഴിഞ്ഞു. നേരത്തെ പതിച്ചു നൽകിയ കൈതവളപ്പ് 4 സെന്റ് കോളനിയോട് ചേർന്ന് അതിർത്തി തർക്കമുള്ളതാണ് ഭൂവിതരണം പൂർത്തീകരണത്തിന് തടസ്സമായുള്ളത്. പതിച്ചു നൽകാനുള്ള മിച്ച ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച സബ് കളക്ടർ കണ്ടെത്തിയിരുന്നു. തുടർന്ന് റവന്യൂ അധികൃതർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കിയുള്ള 32 കുടുംബങ്ങൾക്ക് 12-ന് ഭൂമി കൈമാറുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ബേപ്പൂരിൽ ആകെ 1500 അപേക്ഷകളാണ് ലഭിച്ചത്. 650 പേർ അർഹരാണെന്ന് കണ്ടെത്തിയതിൽ ഒന്നാംഘട്ട ഗുണഭോക്താക്കൾക്കായി 252 പേരെ തീരുമാനിച്ചിരുന്നു. ഇതിൽപ്പെട്ട 112 പേർക്കാണ് കൈതവളപ്പിലെ മിച്ചഭൂമി കൈമാറുന്നത്. ബാക്കിയുള്ളവർക്ക് ഗോദീശ്വരം, പള്ളിത്തുമ്പ് പറമ്പ്, ബേപ്പൂർ, കടപ്പുറം ഭാഗങ്ങളിലെ പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകാനായിരുന്നു റവന്യൂ വകുപ്പിന്റെ ഉദ്ദേശം. ഇതിനായി ഇവിടങ്ങളിൽ സർവേ സംഘം അളന്ന് കല്ല് നാട്ടുകയും ചെയ്തു. എന്നാൽ കടൽ പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള തർക്കം രൂക്ഷമായത് മറ്റുള്ളവർക്ക് ഭൂമി കൈമാറുന്നതിന് തടസ്സമായിരിക്കുകയാണ്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ പാവങ്ങാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം ആരംഭിച്ചു. കമ്പോള വിലയ്ക്ക് ഡീസൽ നൽകി KSRTCയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരംഭിച്ച ഉപവാസ സമരം KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CUT ജില്ലാ സെക്രട്ടറി ജോർജ് സിറേക്ക് ഉദ്ഘാടനം ചെയ്തു. കമ്പോള വിലയ്ക്ക് ഡീസൽ നൽകി KSRTCയെ സംരക്ഷിക്കുക, ഡീസൽ നികുതി 4% കുറയ്ക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ കുടിശ്ശികയാക്കുന്ന സമ്പ്രദായം നിർത്തുക, പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്ത അനുവദിക്കുക, സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്ഥാപനത്തെ വഴിയാധാരമാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU ജില്ലാ സെക്രട്ടറി ജോജോ സിറേക്ക് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മാസാമാസം 37 കോടി രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്ത KSRTC കൊടുക്കുക. 5 പൈസ കയ്യിലില്ലാത്ത KSRTCക്ക് 5 പൈസ തരില്ലെന്ന് പറയുന്ന കേരളത്തിലെ ധനകാര്യമന്ത്രി മെനപുത്രൻ KM മാണി കൊടുക്കുക.
പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കെ എൻ ഗോപാലൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എൻ ശശിധരൻ, ടി പി കുട്ടിക്കൃഷ്ണൻ, രാജൻ, CPM എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. വഴിയിൽ വെച്ച് ആനവണ്ടിക്ക് കൈകാണിച്ചാൽ നിർത്താൻ മടിയാണ്. ആളില്ലാതെ ഓടുകയാണെങ്കിലും KSRTC ബസ് നിർത്തിക്കൊടുക്കാറില്ല. ഇത്തരത്തിലുള്ള ബസ് ജീവനക്കാർക്ക് അപവാദമാവുകയാണ് ഡ്രൈവർ സാജുവും കണ്ടക്ടർ മുഹസിനും. കോഴിക്കോട് നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രയിൽ ആരു കൈകാണിച്ചാലും വണ്ടി നിർത്തി KSRTCക്ക് വരുമാനം കണ്ടെത്തുകയാണ് ഈ ഇരുകൂട്ടരും. കോഴിക്കോട് നിന്നും ഗുരുവായൂരേക്കുള്ള യാത്രാമധ്യേ സ്റ്റോപ്പിൽ വെച്ച ആര് കൈകാണിച്ചാലും ഡ്രൈവർ സാജു ഉടൻ ബ്രേക്കിൽ കാൽ ചവിട്ടും. കണ്ടക്ടർ മുഹസിൻ യാത്രക്കാരെ കയറാനും ഇറങ്ങാനും സഹായിക്കും. ഇതാണ് ഈ സർവീസിനെ ജനങ്ങൾ ജനകീയ KSRTC എന്ന വിളിപ്പേരിട്ട വിളിക്കാനുള്ള കാരണം. ഇവരുടെ സൽപ്രവർത്തിക്ക് പ്രചോദനമെന്ന നിലയിലാണ് ചെട്ടിപ്പടി പാസഞ്ചേഴ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും ഡിജിറ്റൽ കേബിൾ TV നെറ്റ്വർക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കളത്തിങ്ങൽ ഹംസ ജീവനക്കാരെ ഹാരമണിയിച്ച് ആദരിച്ചു. വളരെ ജനങ്ങളോട് വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറുകയും, അതായത് ഡെസ്റ്റിനേഷനിൽ തുടങ്ങിയ ഡെസ്റ്റിനേഷനിൽ അവസാനിക്കുന്ന അതേ ടൈം ടു ടൈമിൽ ബസ് ഓടി പരിമിതമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ യാത്രക്കാരും കയറ്റിയിറക്കി ബസ്സിന് കലശം ഉണ്ടാക്കുകയും ജനങ്ങളോട് വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറുകയും. യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇവർ ഒരു മാതൃക തന്നെയാണ്. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്ക് റൂബെല്ല വാക്സിനേഷൻ സ്കൂളുകളിൽ നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK മോഹനൻ പറഞ്ഞു. ജനറ്റിക്കൽ റൂബെല്ല സിൻഡ്രോം എന്ന അസുഖത്തിനെതിരെയാണ് റൂബെല്ല വാക്സിനേഷൻ നൽകുന്നത്. ഫെബ്രുവരി 15-നകം മെഡിക്കൽ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് വാക്സിൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9, 10, 11, 12 ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത്. അടുത്ത വർഷം ഇത് CBSE സ്കൂളുകളിലും നടപ്പാക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK മോഹനൻ പറഞ്ഞു. ഫെബ്രുവരി 3 മുതൽ ഇത് ജില്ലയിൽ നടപ്പിലാക്കി വരികയാണ്. പരിപാടികളുടെ നടത്തിപ്പിനായി കോഴിക്കോട്, വടകര, താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രധാനാധ്യാപകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം ഫെബ്രുവരി 15-നുള്ളിൽ സ്കൂളുകൾ സന്ദർശിച്ച് വാക്സിൻ നൽകുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. കൺജനിറ്റൽ റൂബെല്ല സിൻഡ്രോം എന്ന അസുഖം താരതമ്യേന മാരകമല്ലെങ്കിലും ഗർഭിണികൾക്ക് ബാധിച്ചാൽ കുഞ്ഞുങ്ങളിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കും. കൗമാരക്കാരായ പെൺകുട്ടികളിൽ റൂബെല്ല വാക്സിനേഷൻ നൽകുന്നതിലൂടെ ഇനി ജനിക്കാൻ പോകുന്ന തലമുറയിൽ ഈ രോഗം പൂർണ്ണമായും തടയാൻ കഴിയുമെന്നും ജില്ലാ മെഡിക്കൽ അധികാരികൾ വ്യക്തമാക്കി. മൊഴിചൊല്ലലുകളും സ്വന്തം വീട്ടിൽ തന്നെ പെൺകുട്ടികൾ അപമാനിക്കപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണെന്ന് സാമൂഹിക പ്രവർത്തകയും UN അവാർഡ് ജേതാവുമായ KV റാബിയ. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ ആൻഡ് പാലിയേറ്റീവ് മിഷന്റെ 8ാം വാർഷിക സംഗമം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അനീതികൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ സ്ത്രീകൾ പ്രതികരിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകയും UN അവാർഡ് ജേത്രിയുമായ KV റാബിയ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ മെഡിക്കൽ ആൻഡ് പാലിയേറ്റീവ് മിഷന്റെ 8ാം വാർഷിക സംഗമം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ ഇത്തരം വാർത്തകൾ കേട്ട് നാണിക്കുന്ന അവസ്ഥയാണ്. തന്നെ ബാധിച്ച അർബുദം, പ്രമേഹം, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ രോഗങ്ങളെക്കാൾ വേദനിപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങളാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലി മുഖ്യപ്രഭാഷണം നടത്തി. കനിവ് പ്രസിഡന്റ് ഖാലിദ് മൂസ അധ്യക്ഷത വഹിച്ചു.
അബ്ദുള്ളക്കോയ കണ്ണങ്കടവ്, PC ബഷീർ, സഫിയ അലി, ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ എന്നിവർ സംബന്ധിച്ചു. BP ബഷീർ സമാപന പ്രഭാഷണം നടത്തി. നവാസ് പാലേരി കവിതാലാപനം നടത്തി. ബക്കർ വെള്ളാപ്പറമ്പ് സംവിധാനം ചെയ്ത അകക്കണ്ണ് ലഘുനാടകവും അവതരിപ്പിച്ചു. കോഴിക്കോട് കടപ്പുറത്തെ സായാഹ്നങ്ങൾക്ക് ചാരുത പകരാൻ പട്ടവിൽപ്പനക്കാരും അത് വാങ്ങി പറത്തുന്നവരും നിത്യകാഴ്ചയാണ്. ഇതിനിടയിലേക്ക് റോസ് നിറമുള്ള ബലൂണുകളുമായി ഒരുപറ്റം മനുഷ്യസ്നേഹികൾ കൂടിയെത്തി. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മിംസ് ഓങ്കോളജി സെന്ററാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. അറിയുക, ക്യാൻസർ പൂർണ്ണമായും മാറ്റാം, നേരത്തെ കണ്ടെത്തൂ, ക്യാൻസറിൽ നിന്നും മുക്തി നേടൂ എന്ന സന്ദേശവുമായാണ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓങ്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക അർബുദ ദിനത്തോടനുബന്ധിച്ച് പട്ടം പറത്തൽ സംഘടിപ്പിച്ചത്. ക്യാൻസർ എന്ന രോഗത്തെ ഭീതിയോടെ കാണേണ്ടതല്ല എന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്നതുമായിരുന്നു മിംസിന്റെ ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. മിംസ് ഓങ്കോളജി വിഭാഗം തലവൻ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പട്ടം പറത്തൽ ഉദ്ഘാടനം ചെയ്തു. ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും പൊതുജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. സന്തോഷത്തിന്റെ ലോകം മനുഷ്യനന്മയ്ക്കായി തുറന്നു കൊടുക്കുന്ന മുഹൂർത്തത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംബന്ധിച്ചു. നിർധനർക്കും നിരാലംബർക്കും സ്വാതന്ത്ര്യമായി മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ പൂർണ്ണമായും അന്ധനായ അബ്ദുറഹിമാന് പുതുജീവൻ നൽകിയത് മെട്രോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ ഹസ്തങ്ങളാണ്. 4 അതിസങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ തരണം ചെയ്ത് ജീവിതം തിരിച്ചു നൽകിയത് മെട്രോ കാർഡിയാക് സെന്ററിലെ ഡോക്ടർമാരാണെന്ന് അബ്ദുറഹിമാനും മനസ്സ് തുറക്കുന്നു. 4 അതിസങ്കീർണ ഹൃദയ ശസ്ത്രക്രിയകളെ അതിജീവിച്ച് അബ്ദുറഹിമാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു. 4 ശസ്ത്രക്രിയകളും ഒരുമിച്ച് ചെയ്ത് അന്ധനും നിർധനനുമായ അബ്ദുറഹിമാന് പൂർണ്ണ സൗഖ്യം നൽകാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ ഡോക്ടർമാരായ ഡോക്ടർ നന്ദകുമാറും ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫയും. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമായിട്ട് ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ ട്യൂമർ ഉണ്ടായിരുന്നു. അത് ക്രമേണ അങ്ങനെ വലുതായി വന്ന നമ്മൾ പറയുന്ന ഈ ഹാർട്ട് അറ്റാക്കിന്റെ രോഗമായ ബ്ലോക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു, കൊറോണറി ആർട്ടറി ഡിസീസ്. ജീവിതത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സമയത്ത് തനിക്ക് ജീവിതം തിരികെ തന്ന ആശുപത്രിയോടും ഡോക്ടർമാരോടുമുള്ള നന്ദി ഒരിക്കലും മറക്കില്ലെന്ന് അബ്ദുറഹിമാൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. വൈസ് അമ്പലപ്പടിയുടെ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AK ശശീന്ദ്രൻ MLA അധ്യക്ഷം വഹിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ 33 വർഷമായി പ്രവർത്തിക്കുന്ന വോയിസ് അമ്പലപ്പടിയുടെ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എരഞ്ഞിക്കൽ PVS ഹൈസ്കൂളിൽ ജസ്റ്റിസ് B കമാൽ പാഷ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗം കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്കൂളുകളെ ആശ്രയിക്കുന്ന സമ്പ്രദായം നിലനിർത്തണമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. AK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ എലത്തൂർ പഞ്ചായത്ത് മേഖല, തലക്കുളത്തൂർ, കക്കോടി പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പൊതു സ്കൂളുകളിൽ പഠിക്കുന്ന UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് വർഷം തോറും അവാർഡ് നൽകുന്നത്. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ മാതൃകയിൽ ദേശീയ നിലവാരത്തിൽ നടത്തുന്ന മത്സര പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടുന്ന 150 പേർക്കാണ് ഓരോ വർഷവും അവാർഡ്. കൂടാതെ ഈ മേഖലയിൽ നിന്ന് സംസ്ഥാന ദേശീയ തലത്തിൽ പഠനാനുബന്ധ മേഖലകളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരവും നൽകി വരുന്നു. ഈ വർഷം 8 പേരെ പ്രതിഭാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങളുടെ ഗുണഫലം എന്ന നിലയിൽ ദേശീയ നിലവാരം പുലർത്തുന്ന നിരവധി വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രമീള, കോർപ്പറേഷൻ കൌൺസിലർമാരായ VK മോഹൻദാസ്, ലിംന സുരേഷ്, മാധ്യമം ഡെപ്യൂട്ടി എഡിറ്റർ K ബാബുരാജ്, ജയന്തി ശശികുമാർ, വേണു അമ്പലപ്പടി തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ.
അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. 4 മാസം മുൻപ് കാണാതായ സുധീഷ് വിസ്മയ എന്നിവരെ കണ്ടെത്തുന്നതിനും പോലീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുത്താനും വേണ്ടി KC സുധീഷ് മിസ്സിംഗ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ അംബേദ്കർ മെമ്മോറിയൽ നീതി കൌൺസിൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാരപ്പറമ്പ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന KC സുന്ദരൻ മകൻ KC സുധീഷും പരേതനായ ബാലകൃഷ്ണൻ മകൾ വി വിസ്മയ എന്നീ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികളെ 13/10/2013 മുതൽ കാണാതാവുകയും അന്നേ ദിവസം തന്നെ പ്രസ്തുത വിവരം രേഖാമൂലം നടക്കാവ് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ 4 മാസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതായവരെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. കാണാതായ കുട്ടികളെ കണ്ടെത്തുവാനും പോലീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുത്താനും വേണ്ടി KC സുധീഷ് മിസ്സിംഗ് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടധർണ നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ അംബേദ്കർ മെമ്മോറിയൽ നീതി കൌൺസിൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ രാമദാസ് വെങ്ങേരി, ജനറൽ കൺവീനർ KK വേലായുധൻ, T പുരുഷു, V വിക്രമൻ, KK അജിത് കുമാർ, KV വേലായുധൻ, പ്രകാശൻ കറുത്തേടത്ത്, V വേലായുധൻ വെട്ടോത്ത്, P ഉദയകുമാർ എന്നിവർ ധർണയിൽ സംസാരിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വേൾഡ് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. റാലി ADGP ശങ്കർ റെഡ്ഡി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹോസ്പിറ്റൽ MDയും ചെയർമാനുമായ ഡോക്ടർ KG അലക്സാണ്ടർ റാലിക്ക് നേതൃത്വം നൽകി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വേൾഡ് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. റാലി ADGP ശങ്കർ റെഡ്ഡി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൗൺ ഹാളിനടുത്ത് സമാപിച്ചു. ഫൈറ്റ് ക്യാൻസർ വിത്ത് BMH എന്ന സന്ദേശ പ്രചാരണത്തോടൊപ്പം ക്യാൻസർ ബോധവൽക്കരണ സന്ദേശ പ്ലക്കാർഡുകളുമായി 200ഓളം വരുന്ന വിദ്യാർത്ഥിനികളും ഡോക്ടർമാരും പങ്കെടുത്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ MDയും ചെയർമാനുമായ ഡോക്ടർ KG അലക്സാണ്ടർ റാലിക്ക് നേതൃത്വം നൽകി. ഗുണ്ടറ്റ് ജയന്തിക്ക് വർണ്ണാഭമായ തുടക്കം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിന്റെ 200ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും മഹത്തായ സംഭാവന നൽകിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിന്റെ 200ാം ജയന്തിക്ക് വർണ്ണാഭ ഘോഷയാത്രയോടെ തുടക്കം. സംസ്ഥാനത്ത് ഗുണ്ടറ്റിന്റെ പ്രതിമ സ്ഥാപിച്ച ഏക വിദ്യാലയമായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ ജന്മദിനാഘോഷം വേറിട്ടതായി. ചെണ്ടമേളവും മുത്തുകുടകളും കൊണ്ട് ആകർഷകമായ ഘോഷയാത്രയിൽ ഗുണ്ടറ്റിന്റെ നിശ്ചല ദൃശ്യവും മെയ്പ്പയറ്റും കരാട്ടയും ശ്രദ്ധേയമായി. NCCയും JRCയും അണിനിരന്നു. അനുസ്മരണ സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. ജയപാൽ സാമുവൽ സക്കായ് അധ്യക്ഷത വഹിച്ചു. റവറന്റ് വിനോദ് അലൻ, ഡോക്ടർ K ഗോപാലൻകുട്ടി, റമീള ഗ്രേസ് വിജയൻ, PS എബനോർ, ടിൻസിലി ഫിലിപ്പ്, ഡെൻസിൽ ജോൺ എന്നിവർ സംബന്ധിച്ചു. ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗുണ്ടറ്റിനെ കുറിച്ച് പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ് ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ജെയിംസ്, റവറന്റ് വിനോദ് അലൻ എന്നിവർ സംബന്ധിച്ചു. ചരിത്ര വിഭാഗം അധ്യാപകൻ MC വസിഷ്ഠാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ ജീവനം 2ാം ഘട്ടം ക്യാൻസർ ബോധവൽക്കരണവും എക്സിബിഷനും ബീച്ച് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. മേയർ AK പ്രേമചന്ദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ വർഷത്തെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതിയായ ജീവനം 2ാം ഘട്ട പ്രവർത്തനം നടന്നുവരികയാണ്. പദ്ധതിയുടെ ഭാഗമായി ലോക ക്യാൻസർ ദിനത്തിൽ ക്യാൻസർ ബോധവൽക്കരണവും എക്സിബിഷനും സംഘടിപ്പിച്ചു. ബീച്ച് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി മേയർ AK പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അജയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അനിത രാജൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ കുഞ്ഞുണ്ണി, M മോഹനൻ, T രജനി, AK അബ്ദുൽ ഹസീസ്, PP ഷീജ വിനോദ്, K ബീന, E അനിൽകുമാർ, MV റംസി ഇസ്മായിൽ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് 27ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 7, 8 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനവും സെമിനാറുകളും നടക്കും. പ്രതിനിധി സമ്മേളനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാറും പൊതുസമ്മേളനം KMCWC സംസ്ഥാന പ്രസിഡന്റ് AC ജോസും ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ നഗരകാര്യ വികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി സംബന്ധിക്കും. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം സമ്മേളന നഗരിയെ മുതലക്കുളം മൈതാനത്ത് സമാപിക്കും.
കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 62ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 10, 11, 12 തീയതികളിലായി കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അറബിക് സാഹിത്യ സമ്മേളനവും സെമിനാറും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. റേഷൻ വ്യാപാരികൾക്ക് മതിയായ വേതനം നൽകുക, ഡോർ ഡെലിവറി സംവിധാനം നടപ്പാക്കുക, കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻപ് ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക, പെൻഷൻ, ചികിത്സാ സഹായം എന്നിവ വർദ്ധിപ്പിക്കുക, അനാവശ്യ ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സമരം ശക്തമാക്കുന്നു. ഫെബ്രുവരി 6-ന് കടകളടച്ച് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ധർണ സമരം നടത്തും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ 15-ാം തീയതി കടയടപ്പ് സമര നോട്ടീസ് നൽകുമെന്നും കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ തന്നെയാണ് ക്ഷേത്ര ജീവനക്കാർ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി T. ദാസൻ. വിവിധ ആവശ്യങ്ങളുമായി മലബാർ ദേവസ്വം എംപ്ലോയീസിന്റെ കളക്ടറേറ്റ് മാർച്ച്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ബേപ്പൂരിൽ സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. കോഴിക്കോട് കോർപ്പറേഷന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 8-ന് സമാപനമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.